എടാ അത് ചെറിയ മാങ്ങയാണ് കിരിക്കണ. അത് ചെറിയ മാങ്ങയല്ല, മൂത്ത മാങ്ങയാ. മൂക്കാത്ത മാങ്ങ എന്തിനാ പൊട്ടിക്കണത്? നിങ്ങൾ മൂക്ക് മാണേ അങ്ങോട്ട് മാറിയെന്ന് വിളി. അതെ, മൂക്കാത്ത മാങ്ങ പൊട്ടിച്ചാൽ നിന്റെ തലമട്ട ഞാൻ പൊട്ടിക്കൂട്ടാ. ഇതിന്റെ മോള് കംപ്ലീറ്റ് ഇറുമ്പാന്ന്. തീർമ്പാന്ന് കടിച്ചിട്ട് നിക്കുവാനാന്നില്ല, പൈസ കൂടുതൽ മാറ്റി വരും. ഉറുമ്പാണെങ്കിൽ എന്തിനാ ഈ ചെറിയ മാങ്ങ പൊട്ടിക്കണേ? അങ്ങോട്ട് നിന്നോളോ അങ്ങക്ക്. എന്നെ നോക്കിട്ട് എന്താ കള്ളനായ എന്നെ കൊല്ലാൻ വേണ്ടി നട്ടാണോ? പിടിച്ചോ. ആടെ മൂത്തല്ലേ? ഇത് മൂത്തോക്കെ തന്നെയാണ്. അങ്ങനെ എല്ലാം മൂത്തൊന്നും അല്ലാന്ന്. എല്ലാം മൂത്തേ ഞങ്ങളാ. നിങ്ങളാ ഞാൻ ഇത്ര കൊല്ലായി മാറി കണ്ണിയൊക്കെ കുത്തിച്ചാ കണ്ണു പൊട്ടായിട്ട് അങ്ങോട്ട് മാറി നോടി. വൈകുന്നേരം പൈസ കണ്ടി തരണ്ടേ? പൈസ വേണ്ട, പിന്നെ വെറുതെ എല്ലാം ഉണ്ടാക്കി തരാം. നല്ല നല്ല മാങ്ങ മുഴുവനൊക്കെ കണ്ണിയൊക്കെ കുത്തിച്ചടിച്ചിട്ടേ. ഞാൻ വന്നിട്ട് നീ എന്തോ മൈൻഡ് ചെയ്യാത്ത നീ? എന്തേ? എന്താണ് ഞാൻ പറഞ്ഞ കാര്യം? എന്തായി? എന്ത് പറഞ്ഞത്? നീ KSB പോയാ? KSB എന്തിനാ ഞാൻ പോണത്? സത്യം, നീ മനുഷ്യപ്പറ്റില്ലാണ്ട് സംസാരിക്കരുത്. എന്ത് മനുഷ്യപ്പറ്റില്ലാടെ? എടാ, അന്ന് എന്റെ വീട്ടിലേക്ക് കറണ്ട് എടുക്കാൻ വേണ്ടി ഒരു പോസ്റ്റ് വേണമെന്ന് പറഞ്ഞപ്പോ ആ പോസ്റ്റ് നിൽക്കണമെങ്കിൽ ഒരു സ്റ്റേ കമ്പി വേണമെന്ന് പറഞ്ഞു. അത് എന്റെ വളപ്പിലൊന്ന് വെക്കുമെന്ന് വെച്ച് നീ എന്റെ കാല് പിടിച്ചോണ്ടല്ലേ ഞാൻ എന്റെ വളപ്പിലെ സ്റ്റേ കമ്പി വെക്കാൻ. എടോ, അത് അങ്ങനെ തന്നെയാണ്, എല്ലാരും അങ്ങനെ ചെയ്യാ. എടാ സൂതി, ഇവൻ എന്താ ഈ പറയുന്നത് നോക്കിയൊക്കെ. സുഖതാട്ടാ പോട്ടെ വിട്ടേക്ക്. എന്റെ സൂതി അനക്ക് അറിയാഞ്ഞിട്ടാണ്. ആ വളപ്പിന് ആള് വന്നിട്ടുണ്ട്. അവരത് കണ്ട വഴിക്ക് പറഞ്ഞത് ആ സ്റ്റേ കമ്പി അവിടുന്ന് മാറ്റി കൊടുത്ത് അവരെടുക്കാന്നാണ് പറയുന്നത്. അപ്പൊ ഞാനൊരു ഉപകാരം ചെയ്ത സ്ഥിതിക്ക് ഇവനെ KSB ചെന്ന് പറഞ്ഞിട്ട് ആ സ്റ്റേ കമ്പി ഒന്ന് അവിടുന്ന് മാറ്റിക്കണ്ടേ? എടാ, അവര് വന്ന് ചോദിക്കുമ്പോ സ്റ്റേ കമ്പി അവിടെ ഉണ്ടല്ലോ. ആ പാടില്ല, അതെടുത്ത് മാറ്റി കൊടുക്കണ്ട. നീ കമ്പി വെച്ചിട്ട് നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നോട് പറഞ്ഞ കാര്യം എന്താ വേണ്ടെന്ന് എനിക്കറിയാം, ഞാൻ ചെയ്തുതരാം. KSB പോയി പറഞ്ഞു. KSB പോയി മാങ്ങ 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 കേട്ടെടുത്തത് എന്താ വേണ്ടത് ഞാൻ കാണിച്ചു തരാട്ടാ. നോക്കി ഇറക്കടാ, നോക്കി ഇറക്ക്. തല അവന് വല്ല മൈൻഡ് ഉണ്ടോ നോക്കി നോക്ക്. എന്താടാ ഞാൻ വേണ്ടത് നിനക്ക്? കാണിച്ചു തരാടാ, എന്താ വേണ്ടത് ഞാൻ കാണിച്ചു തരാം. വല്ലാത്തൊരു മാറനായി പോയി. മാങ്ങയാ? മാങ്ങല്ല, ആ സുഗതൻ. അത് നേരാ. പൊട്ടനാണ്. പൊട്ടൻ, പോലപ്പൊട്ടനാണ്. പോലപ്പൊട്ടൻ. രാഘട്ടോ, അതെ, ഇടയ്ക്കൊന്ന് ഒന്ന് ഇരുന്ന് നോക്ക് രാഘട്ടോ, ഒന്ന് ശ്രമിച്ചു നോക്ക്. പറ്റുന്നില്ല. പിന്നെ ഇത് എത്രയെന്ന് പറഞ്ഞ ഇങ്ങനെ നിങ്ങൾ എത്ര നാള് ഒന്ന് ശ്രമിച്ചു നോക്ക്. മെല്ലെ മെല്ലെ. അയ്യോ, ഞാനൊരു കാര്യം പറയാം. ഇത് ഈ ആയുർവേദം ചികിത്സിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. എല്ലാരും പറയുന്ന ആയുർവേദമാണ് നല്ലത്. അല്ല അല്ല അല്ല, എനിക്ക് ഇത് അലോപതി ആകുമ്പോ ഒറ്റ പരിപാടിയിലെ സംഭവം കളയണം. വീട്ടിൽ നിന്ന് ഇരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇങ്ങനെ വീട്ടിൽ പോയി എനിക്കാണെങ്കിൽ ഇപ്പൊ ഇവിടെ എനിക്കും ഇരിക്കാൻ വിഷമമാണ്. കാരണം ഇപ്പം തസ്തിക കൊണ്ട് ഞാനാണ് സീനിയർ എങ്കിലും പ്രായം കൊണ്ട് രാഘവട്ട് മുതിർന്ന ഒരാളിനെ എങ്ങനെ നിർത്തുക എന്ന് പറയുമ്പോൾ എനിക്കതൊരു വിഷമമുണ്ട്. സാറിനെ വിളിച്ചോ? സാറിനെ വിളിച്ചു. ടച്ചിങ്സ് ക്ലിയർ ചെയ്യുന്ന കാര്യം എന്തായി? എത്ര സാറിന് അടിച്ച പെട്ട തീരും, പക്ഷെ ടച്ചിങ്സ് ബാക്കി വരും സാറേ. എങ്ങനെ നോക്കിയാലും ബാക്കി. ഇതെന്താണ് ഇത്? ടച്ചിങ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡ്യൂട്ടി സമയത്ത് മദ്യപിക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല സാറേ, ഇന്നലെ ഒരു 1/2 ലിറ്റർ സാധനം കിട്ടീനി. അപ്പൊ അതിൽ കുറച്ച് ബാക്കിയുണ്ട്. ബാത്റൂമിൽ വെച്ചോട്ട് ആരും എടുത്തില്ല. അപ്പൊ 20 വിചാരിച്ചിട്ട് ഞാൻ തീർത്തു. ആ പഴകുറ്റി പ്രദേശത്ത് ടച്ചിങ് വെട്ടാൻ പറഞ്ഞിട്ട് അത് വെട്ടിയോ? ആ ടച്ചിങ്സ് ആണല്ലോ, ഞാൻ വെട്ടി. ഇത് ഇങ്ങനെ പോണെങ്കിൽ ഉണ്ടല്ലോ ഉണ്ണി, നീ ലൈനിമേ ഓഫായി കിടക്കും, വവ്വാല് കിടക്കും പോലെ അടിച്ചിട്ട്. സാർ അങ്ങനെ ഇത് ലാസ്റ്റ് വാണിംഗ് ആണ്. ഇനി മേലെ ഡ്യൂട്ടി സമയത്ത് അടിച്ചിട്ട് വന്നാ അടിച്ചാ പുറത്തിറക്കും കേട്ടാ. ആത്മാർത്ഥ ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്താ? ആ മിച്ചർ തരും. എന്റെ മിച്ചർ ഇങ്ങോട്ട് തരുവോ? സാധനം ഇല്ലല്ലോ, തീർന്നില്ലേ? ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ. പൊക്കോ രാഘോട്ടാ, ഒരു 10 താറാവിന്റെ മുട്ട തരട്ടെ. പരാതി പറയട്ടെ. ഇത് പോലീസ് സ്റ്റേഷൻ അല്ല, ഇലക്ട്രിസിറ്റി ഓഫീസാണ്. ഇത് ലൈൻമാൻ ആണ്. കാക്കി കണ്ടിട്ടാണെങ്കിൽ അല്ല, അതല്ല, ഈ ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള പരാതിപ്പെടുത്തന്നല്ലേ പറയണ്ടേ? എന്താണ്? എനിക്ക് എന്റെ വീട്ടിലേക്ക് തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് കറണ്ട് എടുക്കാനുള്ള ഒരു പോസ്റ്റ് നാട്ടി എന്റെ സ്റ്റേ കമ്പി എന്റെ പറമ്പിലാണ് കുഴിച്ചിട്ടിരിക്കുന്നത്. അതൊന്ന് മാറ്റാൻ വേണ്ടിട്ട്. സ്റ്റേ കമ്പിയുടെ പരാതിയാണെങ്കിൽ അകത്താണ്. അവിടെ സാറിരിപ്പുണ്ട്. സാറിനെ കണ്ട് അത് സംസാരിച്ചു. സാറകത്തുണ്ടോ? സാറകത്തുണ്ട്, ഇപ്പൊ ഫ്രീ ആണ്. അല്ല, അത് ഇന്ന് പരിഹരിക്കണത് അങ്ങനെ സാറിനോട് പറഞ്ഞാൽ മതി. സാറേ, ഒരു മര്യാദ ഇല്ലാത്ത ആളാണല്ലേ. കറങ്ങുന്ന പോലെ തോന്നുന്ന ഭൂമി.
അത് കിട്ടിയാലും പൊക്കോ ഉണ്ണി വീട്ടിൽ പൊക്കോ ഇന്നിവിടെ പണി വേണ്ട ഞാൻ മാർക്ക് ചെയ്തോളാം. അതെ താങ്ക് യു സാർ. നിൽക്കാൻ കഴിയുന്നില്ല ഇപ്പൊ തന്നെ. കസേര വേണ്ട പിന്നെ ഇങ്ങോട്ട് വെച്ചോട്ടെ. അത് നമുക്ക് മാറ്റിത്തരാം. അത് സംവിധാനം ഉണ്ടാവും. ഉണ്ടല്ലേ? അപ്പൊ തന്നെ നമുക്ക് പോയിട്ട് മാറ്റിയാലോ? ഇന്ന് തന്നെ അങ്ങോട്ട് പശുവിനെ മാറ്റി കെട്ടണ പോലെ മാറ്റി കെട്ടാൻ പറ്റില്ല. നമ്മളുടെ ഇവിടുത്തെ ഓവർസിയർ വന്നിട്ട് എസ്റ്റിമേറ്റ് റെഡിയാക്കണം. അവിടെ വന്ന് നോക്കാം. പിന്നെ ആ സ്റ്റേ കമ്പി മാറ്റാൻ നേരത്ത് അതിനെ ബന്ധിപ്പിച്ചാണ് പോസ്റ്റ് ഏതാന്ന് നോക്കിയിട്ട് ആ പോസ്റ്റ് മാറ്റിയിടേണ്ടി വരും. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഫണ്ട് ഇവിടെ അടച്ചാലേ നമുക്കിത് മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ ഇൻസ്പെക്ഷൻ കഴിയട്ടെ, അതിന്റെ എത്ര രൂപ അടക്കണമെന്ന് പറയാം. എന്ത് കാശടക്കണം? പിന്നെ പൈസ അടക്കണ്ടേ? ചെലവ് വരും ഇതിന്. ആരടക്കണം? അത് അപേക്ഷകൻ ആരാണോ അവരടക്കണം. ഞാൻ അടക്കണം? നിങ്ങൾക്കല്ലേ ഇത് മാറ്റിയിട്ട് ആവശ്യം. അതെ, പക്ഷെ അത് ഇന്റെ അല്ലേ അത് ഈ സത്യശീലൻ എന്ന് പറയുന്ന ആൾക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മള് സമ്മതിച്ചല്ലേ. അപ്പൊ അത് അവിടുന്ന് എടുത്ത് കളയേണ്ടത് അയാളല്ലേ. അതിപ്പോ പൈസ ആരടക്കണമെന്ന് നിങ്ങൾ അയൽവക്കക്കാരല്ലേ, നിങ്ങൾ തമ്മിൽ തീരുമാനിച്ചോ. എത്രയാ? ഇപ്പൊ അത് എസ്റ്റിമേറ്റ് നോക്കിയാലേ കറക്റ്റ് അറിയുള്ളൂ. ഇപ്പൊ ഒരു പോസ്റ്റ് ഒരു സ്റ്റേ കമ്പിയൊക്കെ ഇപ്പൊ മാറ്റണ ഒരു ഇതനുസരിച്ച് ഒരു 8 രൂപ അടുത്ത് വരും. 8000 രൂപ വരും. 8000 റുപ്യ ഞാൻ അടക്കിയേ? പിന്നെ ആര് ഞാൻ അടക്കണോ? അല്ല, അത് സാറേ, അത് സത്യശീലൻ എന്ന് പറഞ്ഞ ആൾക്ക് വേണ്ടിയിട്ടാണല്ലോ പോസ്റ്റ് വെച്ചത്. അപ്പൊ അയാളല്ലേ അടക്കേണ്ടത്. നിങ്ങൾക്കാണ് അത് മാറ്റേണ്ട ആവശ്യം. നിങ്ങളാണ് അപേക്ഷകൻ. നിങ്ങൾ ആരോട് മേടിച്ചടിച്ചാലും കുഴപ്പമില്ല. ഇവിടെ പൈസ അടച്ചാലും നിങ്ങൾക്ക് മാറ്റിത്തരാം. ഞാനൊരു കാര്യം ചെയ്യും, ഞാൻ ആ കമ്പി മുറിച്ചാണ്ട് കളയും. നിങ്ങൾ ആ കമ്പി മുറിച്ച് കളഞ്ഞ് ഒരുപാട് ഭവിഷ്യത്തുണ്ടാവും. ആ കമ്പി മുറിച്ച് കഴിഞ്ഞ് പോസ്റ്റ് എവിടെയെങ്കിലും മറിഞ്ഞു വീണ ആ പോസ്റ്റിന്റെ ചെലവ്, അത് മറിഞ്ഞുണ്ടാകണ നഷ്ടവും എല്ലാം നിങ്ങൾ അടച്ചിട്ട് ജയിലിൽ കിടന്ന് ഉണ്ട തിന്നേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, മാറ്റണ്ടേ കൊണ്ടുപോയിക്കുന്ന ജയിലിൽ കിടക്കണ്ട്. എന്നോട് മാറ്റാൻ കമ്പി. അല്ലാണ് ആരോട് പറയാനാണ് ഇതൊക്കെ? ആരെങ്കിലും ഈ കൺസ്യൂമർ നമ്പർ 8814 8814 എന്താണ് നമ്പർ? 8814 കൺസ്യൂമർ നമ്പർ. അതൊന്നും എനിക്കറിയില്ല. അത് മൊയ്തുവിന്റെ പേരെയാണ്. മൊയ്തു. എന്നാ മൊയ്തുനെ വിളിക്ക്. മൊയ്തുവിനെ വിളിക്കാനോ? അപ്പൊ ഈ കുത്തിരിക്കണ ആരാ? നിങ്ങളാണോ മൊയ്തു? നിങ്ങളെടുന്നാ? ഞാൻ ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന്. ഇങ്ങോട്ട് വരി, നിങ്ങളെയാ കാത്തിക്കണേ. ഇങ്ങോട്ട് വരി. തല്ലുവോ? ഇങ്ങോട്ട് വരി. നിങ്ങള് കാത്തിരിക്കാൻ എന്താ? ഇവിടെ കല്യാണമൊന്നുമില്ലല്ലോ. രാവിലെ 9:30 മണിക്ക് ഞാൻ വിളിച്ചു പറഞ്ഞിങ്ങനെ ഇവിടുത്തെ കാര്യം. അതുകൊണ്ട് ഇപ്പോഴാ വരില്ല നിങ്ങള്? ഈ കേരളത്തിൽ കറണ്ട് ഉപയോഗിക്കണം നിങ്ങൾ ഒരാൾ മാത്രമല്ല, ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാം പരാതിയുണ്ട്. അതെല്ലാം അന്വേഷിക്കാൻ പോവാതെ ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഞങ്ങളുടെ ഓഫീസിൽ. ഇനിയിപ്പോ ഞാൻ ചോദിക്കട്ടെ, ഈ പറയാണ്ടില്ല നിങ്ങള് ഈ ചെറിയ പുരയിൽ എങ്ങനെ 6500 രൂപ ബില്ല് വരിക? അതിപ്പോ എനിക്കറിയണോ? അത് അന്വേഷിക്കാനാണ് ഞാൻ വന്നത്. അന്ന് അന്വേഷിക്കും. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കണം. നിങ്ങൾ പറഞ്ഞോ എങ്കിൽ ഞാൻ പറയാതെ കേട്ടോണ്ടിരിക്കും. അല്ല, നിങ്ങൾ പറഞ്ഞോളൂ, നമ്മള് കേട്ടോളാം. നിങ്ങളാണല്ലോ മൊയ്തു. അതെ അതെ. ഇവിടെ എത്ര മുറിയുണ്ട്? മുറി 2 ചെറിയ 2 മുറിയാ. തീപ്പെട്ടിക്കൂട് പോലത്തെ 2 മുറിയാ. AC എവിടെ വെച്ചേക്കണേ? AC-യോ? AC അത് അവിടെയാണ്, അപ്പോരേല്. ചുമ്മാതല്ല, ഇവിടുന്ന് കണക്ഷൻ അവിടെ കൊടുത്തിട്ട് ആ വീട്ടിൽ കൊണ്ട് AC വെച്ചേക്കാണല്ലേ? എന്തൊക്കെ നിങ്ങൾ പറയണത്? അത് നമ്മളെ സീതള മുതലാളിന്റെ വീടാണ്. ആടെയാണ് AC ഉള്ളത്. ഇപ്പൊ AC ഒന്നും ഇല്ല. AC വെക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല. ഫാനുണ്ടോ? ഫാന് 2 ഉണ്ട്. ഒന്നും കറങ്ങൂല. ഒരു ഫാനേ കറങ്ങണോ? കറങ്ങുന്ന ഫാൻ ഫുൾ ടൈം കറക്കാറുണ്ടോ? ഫുൾ ടൈം ഒന്നും ഇല്ല. രാത്രി കടന്നുറങ്ങാൻ നേരത്തൊക്കെ ഒന്നും ഇടൂ, അത്രേ ഉള്ളൂ. അപ്പൊ ഫാനിന്റെ ഉപയോഗം, അപ്പൊ അങ്ങനെയാണ്. ടിവിയുടെ ഉപയോഗം എങ്ങനെയുണ്ട്? ടി വി ശരിക്കും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു? ആരാ ടി വി കാണുന്നത്? ടി വിയിൽ എന്താ ഉള്ളത്? ഇപ്പൊ കോമാളിക്കളി അല്ലാണ്ട് എന്തെങ്കിലും ഉണ്ടോ? ആകെ വാർത്തയായി കേൾക്കല്. അപ്പൊ ഇലക്ഷൻ തുടങ്ങിയപ്പോ അവിടെ തല്ലും പിടിയാ. നിങ്ങൾ ഒരാൾ മാത്രമല്ലല്ലോ ഈ വീട്ടിലുള്ളത്, വേറെ കുടുംബാംഗങ്ങളൊക്കെ അല്ലേ? അവരെല്ലാം ടി വി കാണാലോ. കുട്ടികൾ ഉണ്ടാവില്ലേ? കാർട്ടൂൺ കാണുന്ന കുട്ടികൾ ഉണ്ടാവില്ലേ? കാർട്ടൂണൊന്നും ഞാൻ കാണിക്കല്ലേ കുട്ടികളൊന്നും. അങ്ങനെയാണെങ്കിൽ ഫ്രിഡ്ജിന്റെ ഉപയോഗം കൂടുതലായിരിക്കും. അത് സാറേ, ഒരു കാര്യം ഞാൻ പറയട്ടെ. ആകെ പെരയിൽ ഇപ്പൊ ആകെ ഉപയോഗിക്കുന്ന സാധനം ആ ഫ്രിഡ്ജ്, ചെറിയൊരു ഫ്രിഡ്ജാ. അതിനാണ് ഇപ്പൊ ഇത്തിരി കറണ്ട് ചെലവാകണേ. ഈ കഴിഞ്ഞ മാസം വരെ 1200 റുപ്യാണ് ഞാൻ ബില്ലടച്ചത്. അത് കറക്റ്റ് ആയി ഞാൻ അടയ്ക്കലുണ്ട്. ഇപ്പൊ എങ്ങനെ 6500 റുപ്യ വന്ന്? എവിടെ മീറ്റർ ഇരിക്കുന്നത്? മീറ്റർ അവിടെ. അവിടെ ഞാൻ വരാം. വേണ്ട. അതല്ലേ ഞാൻ കണ്ടു. ഞാൻ പൊക്കോളാം. നോക്കിട്ട് വരും. നിങ്ങൾ നോക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നോക്കിയിട്ട് ഇങ്ങോട്ട് വരും. നിങ്ങള് ഒരു മോരുടെ സ്വഭാവമാണ്. അവന്റെ കൈ വെച്ച് അന്യം പൈസ ആവുന്ന എനിക്ക് തോന്നുന്നു. വരുന്ന ഒക്കെ മാറി ജാതിയാ. നട്ട് നോക്കണ പോലെ നോക്കണ്ടല്ലോ അതിന്റെ ഉള്ളിലേക്ക്. അവനൊക്കെ സോക്കടിക്കണ്ടി അതിന്റെ ഉള്ളിൽ. അതെ. ഈ മീറ്ററിൽ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? മീറ്ററിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ബേട്ടമണിയും വന്ന് കളിക്കലിട്ട്.
അതായത് ഏത് വേട്ടാവളിയാണ്? ആരാണത്? ഇത് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവച്ചിങ്ങനെ സാധനത്തിൽ അങ്ങനെ കണ്ടവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അത് ആളാരാ? ആളാരാന്നോ? ആ വേട്ടപ്പള്ളി എന്ന് പറഞ്ഞ ജന്തുവിനെ കണ്ടില്ല നിങ്ങള്? ഇങ്ങനെ പറക്കണ ഒരു ഉപകാരം ഇല്ലാത്ത സാധനം അത് വന്നൊരു കുത്തലുണ്ടെന്നാ പറഞ്ഞേ. ഈ ഏത് വെറുതെയാണ് ബുദ്ധിയും വിവരമില്ല. ആ എന്താണ് കുഴപ്പം? ചെറിയ പ്രശ്നമുണ്ട്. എന്താണ്? വീട്ടിൽ കയറി കംപ്ലൈന്റ് ഉണ്ട്. ആ അങ്ങനെ പറയാ. അപ്പൊ അത് നിങ്ങളെ മിസ്റ്റേക്ക് ആണ്, ഞമ്മളതല്ല. ഞങ്ങളെ മിസ്റ്റേക്ക് അല്ല. ഇത് ഇലക്ട്രോണിക്സ് ഉപകരണമാണ്. അതിൽ പലതും സംഭവിക്കാം. ഇപ്പൊ അത് ഇടയ്ക്ക് ഓടുന്നു, നിൽക്കുന്നു, പിന്നെ ഓടുമ്പോ ഇച്ചിരി സ്പീഡ് കൂടുതലാണ്. അങ്ങനെ ഓടണുണ്ട്. അത് അതിന് പ്രശ്നമുണ്ട്. ഞാനത് റിപ്പോർട്ട് ചെയ്യാം. എന്നിട്ട് അത് നമുക്ക് മീറ്റർ മാറ്റി വെക്കണം. അതിന് ഞാൻ എസ്റ്റിമേറ്റ് തരാം. അത് ആദ്യം കൊണ്ട് നോക്കി, എന്നിട്ട് നമുക്ക് കുറയോ നോക്കുക. എന്ത് ഈ എസ്റ്റിമേറ്ററേ? ഞാൻ എസ്റ്റിമേറ്റ്, അതായത് ഈ മീറ്ററിന് ചെലവാവണ ഏകദേശം തുക, അതിന്റെ ഒരു എസ്റ്റിമേറ്റ്, അത് കണക്ക് അത് തരാന്നാ പറഞ്ഞത്. എത്രയാവും ഏകദേശം? നമുക്ക് ഇപ്പൊ ഒരു 3000 പിന്നെ ഒരു 750 അഡീഷണൽ ആവും. 3750 റുപ്യ? 3750. അല്ല സാറേ, നിങ്ങൾ എന്താ പറയണേ? ഈ 6500 റുപ്യന്റെ ബില്ലും അടയ്ക്കണം, 3850 റുപ്യ വേറെ അടയ്ക്കണം എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊന്നും കായ് നമ്മളെ കയ്യിലില്ല സാറേ. ഈ കൂടിയ തുക തന്നെ അടച്ചോണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ മീറ്റർ മാറ്റണ്ട. ഇനി അതല്ല പഴയ തുക 1500 അടച്ചാൽ മതി എന്നുണ്ടെങ്കിൽ മീറ്റർ മാറ്റി വെക്കണം. ഇനിയിപ്പോ കൂടിയ തുക നിങ്ങൾ അടച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇത് കട്ട് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ചിട്ട് പറയും. നമ്മളെ സുഹേലിനേറ്റൊന്നും എന്റെ പടച്ചോനെ, എന്ത് കളിയാങ്ങൾ കളിക്കുന്നേ? സുഖേട്ടങ്ങൾ വിട്ടണം. ഇതിന്റെ കണക്ഷൻ എവിടെയത്? സുഖേട്ടാ, എന്ത് കളിയാ ഇതാരോടാ പഴയ പടച്ചോനെ? ഇവിടെ ഭയങ്കര അടി നടക്കുന്നു. വന്നുകൂടോ വേമ ഇവിടെ അടി കുരി അതെ, ആ ചേക്കമ്പി മുറിച്ചു കഴിഞ്ഞാ ജയിലിൽ കൊണ്ടുവരുന്ന KCB കാരനോട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അന്നെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോവാ. കാശ് കെട്ടെന്ന് പറഞ്ഞ ആരാണെന്ന് പോയി കാശ് കെട്ടണം. ഒരു തീരുമാനം എന്താണ് പ്രശ്നം? ഒന്നും പറയണ്ട മെമ്പറെ, ഞാൻ ഇവരൊരു ഉപകാരം ചെയ്താണ്. ഞാൻ എന്തുപകാരമാണ്? എന്റെ വാർഡതിർത്തിയിൽ ഇങ്ങനത്തെ പരിപാടി ഇവിടെ നടക്കില്ല. ഈ വഴക്കുണ്ടാകല് നിങ്ങൾ കാര്യം എന്നോട് പറഞ്ഞ ഞാൻ പരിഹരിച്ചു. എന്റെ മെമ്പറെ, ഇവന്റെ വളപ്പിലെ സ്റ്റേ കമ്പി എന്നോട് എടുത്ത് മാറ്റാൻ ഞാനല്ല. ഇതിന്റെ KCB എന്ന് പറഞ്ഞാൽ കേക്കണ്ടേ? എന്താ ആ സ്റ്റേ കമ്പിന്റെ വളപ്പിൽ എങ്ങനെ വന്നറിയാം മെമ്പറെ? ഇവന്റെ വീട്ടിലേക്ക് കറണ്ട് എടുക്കാൻ വേണ്ടി ഒരു പോസ്റ്റ് വെച്ചപ്പോ ആ പോസ്റ്റ് അവിടെ നിൽക്കണമെങ്കിൽ ഒരു സ്റ്റേ കമ്പി വേണം. അപ്പൊ മനുഷ്യത്വത്തിന്റെ പേരിൽ ഞാൻ ഇവന്റെ പോസ്റ്റിന് വേണ്ടി എന്റെ വളപ്പില് സ്റ്റേ കമ്പി വെക്കാൻ പറഞ്ഞു. ഏത് കാലത്തായിക്കോട്ടെ, എനിക്ക് വേണ്ടി ചെയ്തല്ലേ? ഒന്നും മിണ്ടാതെ മെമ്പറെ, എന്നിട്ട് ഞാൻ KCB പോയി അന്വേഷിച്ചു. അപ്പൊ പോസ്റ്റ് മാറ്റണമെങ്കിൽ കാശ് കെട്ടണമെന്നാ പറയുന്നത്. ഇവൻ ചെന്ന് കാശ് കെട്ടണ്ട. എന്റെ പോസ്റ്റ് നിന്റെ കമ്പി മാറ്റാൻ ഞാൻ പൈസ കൊടുക്കണം. നീ വരണോടാ, നീ വന്ന് ചെയ്യണം. നീ 2 കാലിൽ നടക്കില്ലേ? അതെ, അയാൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. ചേട്ടനാവുമ്പോ കുറച്ച് ബുദ്ധിയും വിവരമൊക്കെ ഉണ്ടല്ലോ. ഇത് ഞാൻ പരിഹരിച്ചു തരാം. ഈ സ്റ്റേ കമ്പി ഇപ്പൊ എവിടെയുണ്ട്? ഇതിപ്പോ ബഹളം വെച്ചോണ്ട് കാര്യമില്ലേ? അങ്ങനെയല്ല, കാര്യം നടക്കണ്ടേ? അതെ, പരിഹരിച്ചാ മതിയല്ലോ. ആ പോസ്റ്റാണ് അവന് വേണ്ടി വെച്ചത്. അതിന്റെ സ്റ്റേ കമ്പിയാണിത്. കണ്ട, ഈ വളപ്പ് നോക്കാനാണ് ആള് വന്നത്. അപ്പൊ ഈ സ്റ്റേ കമ്പ് മാറ്റി കൊടുത്താലാണ് ഈ വളപ്പ് വാങ്ങുമെന്ന് അവര് പറഞ്ഞു. അവന് വേണ്ടി വെച്ചല്ലേ. അപ്പൊ അവനൊന്ന് KCB വന്നിട്ട് ആ പറഞ്ഞ കാശ് കെട്ടിയിട്ട് ഇത് മാറ്റി തരണ്ടേ? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് KCB പോവാം. ഞാനൊന്ന് പറഞ്ഞോക്കട്ടെ. മെമ്പർ വരുമോ? പിന്നെന്താ, എനിക്ക് എന്തായാലും വേണ്ടില്ല, എനിക്കിത് മാറ്റി കിട്ടണം. ഇനി ഇതിന്റെ പേര് നിങ്ങൾ തമ്മിൽ ഒരു വഴക്കുണ്ടാവരുത്. എനിക്കിത് മാറ്റി കിട്ടിയാ മതി. എന്നാ ഞാൻ പോയിട്ട് വരാം. ഇത് ഇന്നിങ്ങോട്ടേ പോവൂ. ചേട്ടാ എണീറ്റ് എവിടുന്ന്? ഒന്നാമത് സമാധാനം ഇല്ലാതെ നടന്നിട്ടാണ്. ഇതൊക്കെ നോക്കി നടക്കണ്ടേ? അതങ്ങനെയൊന്നും പിടിക്കണ്ട. അതാ ഇനി കാല് വേദന എടുക്കില്ലേ? ഇതാ ഞാൻ പറഞ്ഞത്, എല്ലാ കാര്യങ്ങളൊന്നും സമാധാനത്തിൽ വേണം. അല്ലാതെ നമ്മള് പ്രഷർ അടിച്ചിട്ട് എന്താ കാര്യം? ഇങ്ങോട്ട്